ഇന്ന് തന്നെ എത്ര ന്യൂസുകളാണ് ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്നത്. ഓരോ ഹെഡ്ലൈൻ വായിക്കുമ്പോൾ ഈ സമൂഹത്തിൽ തന്നെയാണോ ഞാൻ ജീവിക്കുന്നത്, എനിക്ക് ചുറ്റുമുള്ളത് കൊലയാളികളാണല്ലോ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ജീവിക്കാൻ തന്നെ പേടിയാവുന്നു. ഓരോ ന്യൂസുകൾ എന്നെ വല്ലാണ്ട് അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. മകൻ ലഹരിയിൽ അമ്മയെ പീഡിപ്പിക്കുന്നു, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു, ചെറിയ മകൻ മകളെ പീഡിപ്പിക്കുന്നു. അങ്ങനെയുള്ള നമുക്ക് കേട്ടാൽ തന്നെ പേടിയാകുന്ന ഓരോ ന്യൂസുകളാണ് ദിവസവും കേൾക്കുന്നത്. ഞാൻ അതിൻ്റെ എല്ലാം ഓരോ ഹെഡിങ് ഞാനിവിടെ വെക്കുന്നുണ്ട്, നിങ്ങളൊക്കെ കണ്ടു കാണും. എങ്കിലും പേടിയാവുന്നു. നമ്മളെ മക്കളൊക്കെ ഈ സമൂഹത്തിൽ തന്നെയല്ലേ വളർന്നു വരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ. ഇതിനൊരു അവസാനമില്ലേ? എവിടെയാണ് നമ്മൾക്ക് പിഴച്ചത്? നമ്മുടെ നിയമത്തിലാണോ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതിലാണോ? എവിടെയാണ് നമുക്ക് എല്ലാവർക്കും പിഴച്ചു പോയത്? ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ 24ൻ്റെ ഒരു ന്യൂസ് കാണാൻ ഇടയായി. അഫാൻ്റെ ഉമ്മച്ചിയുടെ 1-2 തവണയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് സത്യം പറഞ്ഞാൽ കാണാനൊരു ടെൻഷൻ കാരണം ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാനത് കണ്ടപ്പോൾ ആ ഉമ്മച്ചി പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അറിയാണ്ട് കണ്ണിന്ന് വെള്ളം വന്നുപോയി. ആ ഉമ്മക്ക് സ്വന്തം മകനോടുള്ള സ്നേഹം ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഉമ്മയെയല്ലേ അവൻ കൊല്ലാൻ വേണ്ടി നോക്കിയത്. ആ ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് അഫാൻ ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഇപ്പോഴും ആ ഉമ്മ പറയുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണെന്നാണ്. പക്ഷെ നമുക്കെല്ലാവർക്കും സത്യം അറിയാം. പക്ഷെ ആ ഉമ്മാക്ക് അത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ ഉമ്മാക്ക് അടിയുടെ ആഘാതത്തിൽ കഴിഞ്ഞുപോയത് മറന്നുപോയതാണോ എന്താണെന്നുള്ളത് അറിയില്ല. അതോ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ ഒന്നും അറിയില്ല. പക്ഷേ ചെറിയ മകനെ കൊന്ന മകനോട് ഒരമ്മ ഇത്രയും സ്നേഹത്തോടെ പെരുമാറുമെന്ന് തോന്നുന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഉമ്മാക്ക് കിട്ടിയ അടിയുടെ ആഘാതത്തിൽ ആ സമയം നടന്നു. നമ്മൾക്ക് ഓരോ ഫിലിംസിലും ന്യൂസിലൊക്കെ കേട്ടിട്ടില്ലേ, ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു മൊമെൻറ്റിലുള്ള അല്ലെങ്കിൽ കുറച്ച് കാലത്തെ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ചിലപ്പോൾ അതുപോലൊരു ഇൻസിഡൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഉമ്മാക്ക് കുറച്ച് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളെല്ലാം തിരിച്ച് ഓർമ്മ വരികയാണെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും ശപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശപിക്കപ്പെട്ടൊരു മകനായിട്ട് മാറും അഫാൻ. 24 അവർക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. കാരണം ഞാൻ പോലും ചിന്തിച്ചു പോയി, എങ്ങനെയാണ് ഈ ഉമ്മയും ഉപ്പയും ആ വീട്ടിൽ ഇനി താമസിക്കുക? ഒരു ദിവസം അവർക്ക് സമാധാനത്തോട് കൂടിയിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? കാരണം ചോര പുരണ്ട ആ ഒരു വീട്ടിൽ എങ്ങനെയാണ് മനസമാധാനത്തോടെ ഒരു അന്തി പുലർപ്പിക്കാൻ പറ്റുക? അപ്പോൾ 24ന് ആ ഒരു കാര്യത്തിൽ വളരെ വളരെ നന്ദിയുണ്ട്. എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ അസുഖം മാറി ഉമ്മ സത്യങ്ങളെല്ലാം തുറന്നു പറയട്ടെ. ഇത്രയും കാര്യങ്ങൾക്കുള്ള ആകെ ഒരു സാക്ഷിയാണ് ആ ഉമ്മ. ആ ഉമ്മയുടെ വാക്കുകൾ പോലെയായിരിക്കും ഇനി അഫാൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സമൂഹം ഇന്ന് മൊത്തം ലഹരി, മദ്യവും MDMA പോലെയുള്ള രാസവസ്തുക്കളുടെ പിന്നാലെയാണ്. ചെറിയ കുട്ടികൾ പോലും. ഒരു ന്യൂസ് വരെ ഞാൻ കേൾക്കാനിടയായി, ഒരു പിതാവ് ചെറിയ മകനെ വെച്ചിട്ട് MDMA കച്ചവടം ചെയ്യുന്നു. അതും ആ കുട്ടിയുടെ ശരീരത്തിൽ അവിടെയും ഇവിടെയും വെച്ച് കെട്ടിയിട്ട് ആ കുട്ടിയെ പറഞ്ഞേൽപ്പിക്കും. ഇപ്പോൾ നമ്മളൊരു അച്ഛനും മകനും പോകുന്നത് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സംശയങ്ങളോ കാര്യങ്ങളൊന്നും പെട്ടെന്നൊറ്റ നോട്ടത്തിൽ കാണില്ലല്ലോ. ആ ഒരൊറ്റ ധൈര്യത്തിൽ തന്നെയാണ് അദ്ദേഹം വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നത്. ആരും സംശയിക്കില്ല, ഒരു കാരണവശാലും പിടിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ പിടിച്ചു. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് പോലെ ആ അച്ഛനെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും എങ്ങനെയാണ് ഇത്ര ചെറിയ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഇതുപോലെ ഒരു ലഹരി മരുന്ന് വിറ്റ് നടക്കാൻ പറ്റുന്നത്? നാളെ ആ കുഞ്ഞും ഇത് ഉപയോഗിച്ച് ശീലമായി അമ്മയെയും പെങ്ങന്മാരെയും അല്ലെങ്കിൽ അച്ഛനെയും ആരെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമൂഹത്തിലേക്കാണ് ഇതേപോലെയുള്ള മാതാപിതാക്കളൊക്കെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വഴികാട്ടി കൊടുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാരെ, നിങ്ങളെല്ലാവരും നമ്മുടെ മക്കൾക്ക് ഒരുപാട് ചരിത്രങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് ബേസിക്കായിട്ട് ഒരു പെൺകുട്ടിയോട് അവരച്ഛനമ്മമാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഒരു വിഷയം എന്ന പോലെ ഒരു പീരീഡ് കംപ്ലീറ്റ് അവർക്ക് വേണ്ടിയിട്ട് നല്ല മാതൃകയിലോട് കൂടിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. കാരണം നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മളെ കൂടെ ഇരിക്കുന്നതിലും കൂടുതൽ നിങ്ങളെ കൂടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നതാണ്. അവരുടെ കൂട്ടുകെട്ടുകൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ടീച്ചേഴ്സ് അതും കൈകാര്യം ചെയ്യണം. നല്ല മക്കളായിട്ട് നിങ്ങൾക്കും നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാനുള്ള ഒരു പങ്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സബ്ജക്റ്റ് എന്ന രീതിയിൽ ഇനി വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്കും നിങ്ങൾ
നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ച് നടന്ന കാര്യങ്ങളൊന്നുമല്ല ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. നമ്മളൊന്നും പഠിക്കാത്തതും നമ്മളൊന്നും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നിങ്ങൾ നേർവഴി കാണിച്ചു കൊടുക്കുക. നിങ്ങളാണ് അവരുടെ ഗുരു. നിങ്ങളവർക്ക് നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ വെറും ഒരു തവണ പറഞ്ഞു കൊടുത്താൽ പോരാ. ഒരു ദിവസം ബാക്കിയുള്ള മാത്സ്, ഇംഗ്ലീഷ്, ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പോലെ ഒരു ദിവസം ഒരു പീരീഡ് നമ്മുടെ മക്കളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ നല്ല മാർഗത്തിലേക്ക് നടത്താൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ് എന്ന ഇതിൽ നിങ്ങളെല്ലാവരും അവരെ പഠിപ്പിക്കണം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.